ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് സൺഡേ 25. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, ചിലവർക്ക് മനസ്സിലായി കാണില്ല, എന്നാൽ ചിലവർക്കൊക്കെ മനസ്സിലായി കാണും. ഇത് ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരും. പിന്നെ ബാക്കൊക്കെ ചെയ്യും, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ ഗൈസ് ഞാനിതെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് ആണ് ഇതെൻ്റെ ബാഗ്. ഇതാണ് എൻ്റെ ബാഗ്. ഒരു ബ്ലാക്ക് കളറിൽ എന്തൊക്കെയോ എഴുതിയേക്കണതായിട്ട് അങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ എത്രയൊക്കെ ഉണ്ടെന്ന് എത്ര കള്ളികളുണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കള്ളിയുണ്ട്, ഒരു കള്ളിയുണ്ട്, 2, 3, 4 കള്ളികളുണ്ട്. 4 കള്ളികളുള്ള ഒരു ബാഗാണ് ഇത്. ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. നല്ല ബാഗ്. ഒരു കറുപ്പ് കളറൊക്കെ, ഒരു സിബിൽ മാത്രം റെഡ് കളർ. പുറകിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നല്ല കംഫർട്ടബിളൊക്കെയാണ്, കുഴപ്പമില്ല. അതുപോലെ കാണിച്ചേക്കാം. നെക്സ്റ്റ് ആയിട്ട് വരണ ഒരു പർപ്പിൾ മജന്ത ഒക്കെ ഒരു കളർ വരുന്നൊരു അംബ്രല്ലയാണ്. പേരൊക്കെ എഴുതി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അല്ലെ സഫാർ ബീലൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വലിയപ്പോൾ കാണിച്ചാൽ ഉണ്ട്. 2 ആൾക്കാർക്ക് അത്യാവശ്യം നിൽക്കാം. അത്രയുണ്ട്. പിന്നെ ഇവിടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാണ്. നിങ്ങൾക്ക് തടച്ചേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് ജോമെട്രിക്കൽ ബോക്സാണ് അവരുടെ അഥവാ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. ഇത് തുറന്ന് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള മയമാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ സ്കെയിലൊക്കെ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു ലെഡ് പെൻസിലാണ്. ലെഡൊക്കെ തന്നിട്ട് ഉണ്ട്. പിന്നെ ഇതൊരു ലെഡ് പെൻസിൽ ആണ്. പിന്നെ സാധാരണ ഒരു പെൻസിലുണ്ട്, ചെറിയ കുഞ്ഞ് പെൻസിൽ. അത് എല്ലാ ജോമെട്രിക് ബോക്സിലും കിട്ടുന്ന ടൈപ്പ്. പിന്നെ ഇങ്ങനത്തെ കോമ്പസൊക്കെ ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഇറൈസർ ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഷാർപ്പ്നറുണ്ട്. എല്ലാം കൊണ്ട് സൂപ്പറാണ്. ഇനി ഇത് അടച്ചേക്കാം നമുക്ക്. ഒരു ഹൈലൈറ്ററാണ്, നല്ല പച്ച കളർ ഹൈലൈറ്റർ പറയാം. അപ്പോൾ ഇതൊരു ഹൈലൈറ്റർ. പിന്നെ ഇതാണ് നമ്മുടെ കീ ചെയിൻ. ഇത് ബാഗിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണ്, ക്യൂട്ട് പാൻറ്റ കീ ചെയിനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ്. ഉള്ള ബോക്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ പെൻസിലിൻ്റെ സെക്ഷനാണ് ഇവിടെ. ഇവിടെ ഒരു പെൻസിൽ ഇരിപ്പുണ്ട്, ഒരു ഗ്ലൂ ഉണ്ട്, പിന്നെ ഇത് റബ്ബറാണ്, പിന്നെ ഇതൊരു ലെഡ് പെൻസിലാണ്. പിന്നെ അപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു പേന സെക്ഷൻസാണ്. 1, 2, 3, 4, 5, 4 ബ്ലാക്ക് പെന്നും ഒരു ബ്ലൂ പെന്നും ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഒരു ബണ്ണിയുടെ ഒരു റൈസറും പിന്നെ സ്മൈലീസിൻ്റെ കുറച്ച് റൈസറസും ഉണ്ട്. അതാണ് ഈ ബോക്സിലുള്ളൂ. പിന്നെ ഉള്ളത് ഞാൻ സ്കൂളിൽ കൊണ്ടുവരാൻ ക്രയോൺസൊക്കെ വാങ്ങിക്കുന്നില്ല, കാരണം കുറേ ഉണ്ട്. പിന്നെ ബ്രഷ് പെൻ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് നല്ല ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അത്രയേ ഉള്ളൂ, ഇത്ര രൂപയിൽ. അപ്പോൾ നല്ല കളേഴ്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചേക്കാം. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു ലഞ്ച് ബോക്സ്. ഇങ്ങനെ തുറക്കുമ്പോൾ ഇതൊരു കറിയൊക്കെ വെക്കാവുന്ന ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സെക്ഷൻ, എന്ന് വെച്ചാൽ ചോറ് വെക്കുന്ന സെക്ഷൻസ് ആയിട്ടുണ്ട്. ഇതാണ് ചുക്ക. നെക്സ്റ്റായിട്ട് വാട്ടർ ബോട്ടിലാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് കളർ. ഞങ്ങൾക്കാണെങ്കിൽ പ്രാവശ്യം ഉച്ച വരെയുണ്ട് ക്ലാസ്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂളിൻ്റെ ഞാൻ നോക്കിയപ്പോഴൊക്കെ എല്ലാവർക്കും വൈകുന്നേരം ഒരു 3 മണിക്കൂർ ഇപ്പോൾ ചിലവർക്ക് ഉച്ച വരെയൊന്നുമില്ല. ഞങ്ങൾക്ക് 3 മണി വരെയുള്ളൂ പ്ലീസ്. പിന്നെ നെക്സ്റ്റ് ഇങ്ങനെ റഫ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ റഫാണ്. പിന്നെ ഇതിൽ എൻ്റെ ഫോട്ടോ ഉള്ളതാണ്. അതിപ്പോൾ എല്ലാവരും കാണുന്ന ടൈപ്പാണ്. പക്ഷേ ഇത് എൻ്റെ ഫോട്ടോ ഉള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ എല്ലാം എടുത്തത്. അതുകൊണ്ട് എനിക്കൊരു സന്തോഷം. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്താൽ
പാക്ക് ചെയ്ത് വെക്കാം ഗായ്സ്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റത്തെ കളറിൽ തന്നെ എന്താ ഇങ്ങനെയൊക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ടൈം ടേബിൾ അനുസരിച്ച് ഇങ്ങനെ വെക്കുമല്ലോ, വെച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെക്കാറുള്ളത്. നമുക്ക് ഇവിടെ കര ഒട്ടിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് സെക്കൻഡത്തെ കളിയിൽ നമ്മുടെ നോട്ട്ബുക്കൊക്കെ വെക്കാം. ഞാൻ ഫസ്റ്റത്തെ കളിയിൽ ടെസ്റ്റും സെക്കൻഡത്തെ കളിയിൽ നോട്ടുമായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കണേ. പിന്നെ ഇവിടെ ഒരു കളിയിലുണ്ടാവും, അവിടെ നമുക്ക് ലഞ്ച് ബോക്സൊക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ജോമെട്രിക്കൽ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കളിക്കില്ല പെട്ടെന്ന് പിന്നെ ഇവിടെ ഇട്ട് വരുന്നത് നമ്മുടെ ബ്രഷ് പെന്ന്, പിന്നെ ഹൈലൈറ്റർ. അപ്പോൾ അതും നമുക്ക് അടച്ചേക്കാം. പിന്നെ ഈ സൈഡിലായിട്ടാണ് ഞാൻ കുട വെക്കുന്നത്. സൈഡിലായിട്ട് വെച്ചു. ഈ സൈഡിലായിട്ടാണ് വാട്ടർ ബോട്ടിൽ വെക്കണം. ഇപ്പോൾ എന്തായാലും നാളെയാണല്ലേ സ്കൂളിൽ വെക്കാം, അപ്പോൾ നാളെ ഇതൊക്കെ വെക്കണേ. അപ്പോൾ ഈ ഒരു കളിയിലാണ് ഞാൻ ചോറും പാത്രമൊക്കെ വെക്കണം. ചോറും പാത്രം കളിയാണ് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ കീച്ചയും കൂടെ തൂക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് കീച്ചൈൻ ഇട്ടുള്ളത്, നമ്മുടെ പാൻഡ കീച്ചൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ നമുക്ക് നല്ല കിച്ചണാണോ നിങ്ങൾ എന്തായാലും പറയുക കേട്ടോ. അപ്പോൾ ഗൈസ് കിച്ചണൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നമുക്കിത് എത്ര വെയിറ്റ് ആണ് നോക്കാം. എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന അത്രയും വെയിറ്റ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. ലഞ്ച് ബോക്സൊക്കെ വെക്കുമ്പോൾ ഇതാക്കണേ. അപ്പോൾ ഇത് നമ്മൾ ജൂൺ 2-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് ജൂൺ 3-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ആൻലിയ ജോസഫ് സൈനിങ് ഔട്ട്.